ഇന്നമാ അൻത അയ്യാമുൻ, മനുഷ്യ നീ എന്ന് പറയുന്നത് ചില ദിവസങ്ങളാണ്. ഫഇദൻ ഖലാ യൗമുൻ, ഒരു ദിവസം അതിന്ന് കഴിഞ്ഞു പോയാൽ ഫയൂഷികു അൻ തൻഖദിയ കുല്ലു, എല്ലാ ദിവസവും പൊഴിഞ്ഞു പോകാൻ ഇടയുണ്ട്. ഒരു ഇല പൊടിഞ്ഞാൽ അതിൽ പിറകെ മറ്റിലകളെല്ലാം പൊഴിഞ്ഞു പോകുന്ന പോലെ ഒരു ദിവസം നിന്നിൽ നഷ്ടമായാൽ എല്ലാം അവസാനിപ്പിച്ച് ലോകത്തോട് യാത്ര പറയേണ്ട ആളാണിത്. ഈ ജീവിതം വെറുതെയല്ല. അല്ലാഹു അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ ഇവിടെ ആഘോഷിക്കാനും അടിച്ചുപൊളിക്കാനും പറഞ്ഞയച്ചതാണെന്ന്? അഫഹസിബതും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്നമാ ഖലഖനാകും അബഥ, നിങ്ങളെ പടച്ചം വെറുതെ പടച്ചതാണ്, നിങ്ങളൊക്കെ അങ്ങനെ പൊട്ടിമുളച്ചതാണ്. ചാൾസ് ഡാർവിൻ പറഞ്ഞ പോലെ ചിമ്പാൻസിയിൽ നിന്ന് അങ്ങ് ഉണ്ടായി വന്നതാണ് പരിണാമ സിദ്ധാന്തത്തിലൂടെ എന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? അല്ല അല്ല അല്ല, നിങ്ങളെ വെറുതെ പടച്ചതല്ല. കൃത്യമായ ഒരു ലക്ഷ്യത്തിനാണ് നിങ്ങളെ ഞാൻ പടച്ചതിവിടെ. കൃത്യമായ ഒരു ലക്ഷ്യം, ഒരു സാക്ഷാത്കാരത്തിന്. ആ ലക്ഷ്യം നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം. എന്നിട്ട് നിങ്ങൾ വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ, നിങ്ങൾ എന്റെ മുമ്പിലേക്ക് ഒറ്റക്ക് വരുന്നവരാണ്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ, ഭൂമിയിലേക്ക് ഉമ്മയുടെ ഉദരാശയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്ന പോലെ നിങ്ങൾ ഒറ്റക്കാണ് എന്റെ മുമ്പിലേക്ക് നാളെ വരാൻ പോകുന്നത്. കണക്ക് പറയണം, സമയമാണ് അല്ലാഹു ആദ്യം ചോദിക്കുന്നത്. ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ, 4 വിഷയത്തെക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മുത്തനബി തങ്ങൾ എത്ര വ്യക്തമായി പഠിപ്പിച്ചു. നമ്മൾ എത്ര തവണ കേട്ടു ആ ഹദീസുകളൊക്കെ. അൻ ഉംരിഹി ഫീമ അഫ്നാ, ജീവിതം എവിടെയാണ് നശിപ്പിച്ചത്? മനുഷ്യന് രാഷ്ട്രീയമാകാം, മനുഷ്യന് സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കാം, വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കാം, മനുഷ്യന് വേണ്ട വ്യവഹാരങ്ങൾ ഏർപ്പെടാം. പക്ഷേ നിന്റെ ജീവിത ലക്ഷ്യം അല്ലാഹുവിനെ അനുസരിക്കലാണ്, നിന്റെ സൃഷ്ടാവിനെ നീ തിരിച്ചറിയലാണ്. അവൻ ചോദിക്കുന്നു ഫീമ അഫ്നാ, എവിടെയാ ജീവിതമൊക്കെ നശിപ്പിച്ചു കളഞ്ഞത്? വഅൻ ശബാബിഹി ഫീമ അബ്ലാ, യൗവനം എവിടെയാണ് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞതെന്ന് അല്ലാഹു നാളെ ചോദിക്കുന്നുണ്ട്. 2 ചോദ്യം ആയുസ്സിനെ കുറിച്ചാണ്, ആയുസ്സിനെ കുറിച്ചാണ്. പിന്നെ ഇൽമിനെ കുറിച്ച് ചോദ്യമുണ്ട്, വിവരമുണ്ടായതുകൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്തത്. പിന്നെ ഒരു ചോദ്യം ജുവലാണ്. 2 തരത്തിലുള്ള ചോദ്യമുണ്ട്. ഒന്ന് സമ്പത്തിനെ കുറിച്ച്, മിൻ ഐന തസബഹു വഫീമ അൻഫഖ, എവിടെന്നാണ് ഉണ്ടാക്കിയത്, എവിടെയാണ് ചെലവഴിച്ചത്. സമ്പാദ്യം എവിടെന്നാണ്, സമ്പാദ്യം എവിടെന്നാണ്. വിജ്ഞാനം നേടിയോ, എന്ത് ചെയ്തു? യൗവനം എവിടെ ചെലവഴിച്ചു, നിന്റെ മുഴുവൻ ആയുസ് എവിടെ ചെലവഴിച്ചു എന്ന് നാളെ ചോദ്യമുണ്ട്. ഫൽയുഇദ്ദ ലിസ്സുആലി ജവാബാ, ആ ചോദ്യത്തിന് മറുപടി ഒരുക്കി വെക്കണേ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എന്റെ യൗവനം കഴിഞ്ഞു കിടക്കുമ്പോ യൗവനം എന്തായിരുന്നുവെന്ന് ചോദിക്കുമ്പോ, ഞാൻ ചോദിക്കട്ടെ, 60-70 വയസ്സായ ആളുകൾ പിറകിലേക്ക് നോക്കുമ്പോ തോന്നുന്നുണ്ടോ ഒരുപാട് കാലം ജീവിച്ചു എന്ന്? 20 വയസ്സുള്ള ചെറുപ്പക്കാരനൊന്ന് താഴോട്ട് നോക്ക്, 20 വയസ്സിലേക്ക് എത്താൻ എത്ര ദൂരെടുത്തു? വളരെ കുറച്ചല്ലേ. 60-ഉം 50-ഉം 60, 70-ഉം 80-ഉം 90 കഴിഞ്ഞാലും കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്ര പെട്ടെന്നാണ് പടച്ചവനെ ആയുസ് കഴിഞ്ഞു പോയത്. എത്ര പെട്ടെന്നാണ് ഉപ്പയായത്, വല്ലിപ്പയായത്, എത്ര പെട്ടെന്നാണ് ഉപ്പൂപ്പയായി മാറിയത്. ജീവിതം വളരെ പെട്ടെന്ന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരുങ്ങി നിൽക്കണം. ഇതൊരു യാത്രയിലേക്ക് അടുക്കുകയാണ് നമ്മൾ. ഒരിക്കലും മിസ്സാവാത്ത ഒരു യാത്ര, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു യാത്ര. ആ യാത്രക്ക് നമ്മൾ ഒരുങ്ങണേ. ബകൈതു അലശ്ശബാബി ബിദംഇ ഐനി ഫലം യുഗ്നിൽ ബുകാഉ വലൻ നഹീബു അലാ ലൈത അശ്ശബാബ യഊദു യൗമൻ ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. ബകൈതു അലശ്ശബാബി ബിദംഇ ഐനി, അബുൽ അതാഹിയ പ്രഗത്ഭനായ കവിയാണ്. ഞാൻ എന്റെ യൗവനം ഓർത്തൊരുപാട് കരഞ്ഞുപോയി. അങ്ങനെയുണ്ടല്ലോ പഴയകാല ചില ആളുകളൊക്കെ ഇപ്പോഴും കാണും. ഒരു ഫോട്ടോ വേണം, വല്ല മാഗസിന് കൊടുക്കാനാണ്, സോനീറിന് കൊടുക്കാനാണ്. ആൾക്ക് 60 വയസ്സായിട്ടുണ്ട്, എന്നാലും 35-ലെ ഫോട്ടോ കൊടുക്കുക. എന്തേ, ഞാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ, ഇപ്പൊ എന്റെ കോലം നോക്കണ്ട. സുബ്ഹാനല്ലാഹ്, നമുക്ക് നമ്മളെ തന്നെ പിടിക്കുന്നില്ല. നമ്മൾ പഴയകാല ഫോട്ടോയാ കൊടുക്കുന്നത്. അപ്പൊ ചിലതെങ്കിലും പാസ്പോർട്ടിനെങ്കിലും അപ് ടു ഡേറ്റ് വേണമെന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോയി ഇല്ലേ. പുതിയ ഇപ്പോഴത്തെ ഫോട്ടോ കിട്ടിയെങ്കിലേ പാസ്സായി കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കുടുങ്ങി. അല്ലെങ്കിലൊക്കെ പഴയത് കൊടുത്ത് ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് നമ്മളെ തന്നെ കണ്ടാൽ പിടിക്കാതെയായി.
ബകൈതു അല ശബാബി ബിദംഇ ഐനി ഫലം യുഗ്നിൽ ബുകാഉ വലൻ നഹീബു അലാ ലൈത ശബാബ യഊദു യൗമൻ ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. ഞാൻ എന്റെ യൗവനത്തെ ഓർത്ത് ഒരുപാട് കരഞ്ഞു. ബകൈതു അല ശബാബി ബിദംഇ ഐനി, കണ്ണ് നിറയെ ഞാൻ കരഞ്ഞു. ഫലം യുഗ്നിൽ ബുകാഉ വലൻ നഹീബു, കരഞ്ഞതുകൊണ്ട് യൗവനം തിരിച്ചു വരുമോ? ഒരിക്കലും തിരിച്ചു വരുന്നില്ലല്ലോ. മേക്കപ്പ് കൊണ്ട് യൗവനം തിരിച്ചു കിട്ടുമോ? ഇല്ല. എന്ത് ചെയ്താൽ യൗവനം കിട്ടും? ഒരിക്കലും തിരിച്ചു വരില്ല. അബുൽ അതാഹിയ പാടിയ യൗവനത്തെ കുറിച്ചുള്ള മനോഹരമായ കവിതയാണത്. അലാ ലൈത ശബാബ യഊദു യൗമൻ, എന്റെ യൗവനം ഒരു ദിവസം എന്നിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, എന്റെ യൗവനം ഒരു നാൾ തിരിച്ചു വരികയായിരുന്നെങ്കിൽ, ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു, ആ യൗവനത്തോട് ഞാൻ പരാതി പറയും. എന്റെ വാർദ്ധക്യം എന്തൊക്കെയാണ് എന്നിൽ ചെയ്തു വെച്ചതെന്ന്, എന്റെ വാർദ്ധക്യത്തെ സംബന്ധിച്ച് ഞാൻ എന്റെ യൗവനത്തോട് പരാതി പറയും എന്ന് മഹാനായ അഷ്റഫുൽ ഹൽഖ് തങ്ങൾ പഠിപ്പിച്ച ആ ഒരു തത്വം. മനുഷ്യന്റെ യൗവനം വിലപ്പെട്ടത്, നഷ്ടപ്പെട്ടാൽ ഇതിന്റെ വില അറിയൂ. അത് നേരത്തെ ഉപയോഗപ്പെടുത്തേണമേ. യഅനി കർലേ कुछ जवानी में हुसूल बंदगी होती है उस सिन में मकबूल. യുവാക്കളാണ് ഇബാദത്തിന് വരേണ്ടത്. നമ്മുടെ പള്ളികളിൽ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളിൽ, നമ്മുടെ ദീനീ സദസ്സുകളിൽ, ഇൽമിന്റെ സദസ്സുകളിൽ യുവ സാന്നിധ്യമാണ് കൂടുതൽ വേണ്ടത്. ആ യുവാക്കൾ വരികയാണെങ്കിൽ, ഏതൊരു യുവാവാണോ യൗവനത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടത്, ആ മനുഷ്യന്റെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കാൻ അള്ളാഹു ഉണ്ട്. മഹാനായ മുഹിബ്ബുത് തുബരി റഹ്മത്തുള്ളാഹി അലൈഹി, ആലിമുൻ ഷാഫിഈയുൻ, ഷാഫിഈ പണ്ഡിതന്മാരിൽ പ്രഗൽഭനാണ് മുഹിബ്ബുത് തുബരി. മഹാനായ മുഹിബ്ബുത് തുബരി അവറുകൾ ഒരു കൂട്ടം യുവാക്കളോടുകൂടെ കപ്പലിൽ യാത്ര പോകുന്നു. ആ യാത്ര കഴിഞ്ഞ് കരയിലേക്ക് കപ്പൽ അടുപ്പിക്കാൻ കഴിയാതെ കപ്പലിൽ നിന്ന് ആളുകൾ ചാടി താഴേക്ക് ഇറങ്ങി കരയിലേക്ക് നടക്കുമ്പോ 70 കഴിഞ്ഞ മുഹിബ്ബുത് തുബരിയാണ് കപ്പലിൽ നിന്ന് ചാടിയത്. യുവാക്കൾക്ക് ചാടാൻ പേടിയായി. മഹാനായ മുഹിബ്ബുത് തുബരി റഹ്മഹുല്ലാ ചാടിയെന്ന് മാത്രമല്ല, കൂളായിട്ട് കരയിലേക്ക് നടന്നു പോയപ്പോ യുവാക്കളൊക്കെ ചോദിച്ചു, അല്ല ശൈഖ് അവറുകളെ, ഇത് എന്തു കഥ? ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ചാടാൻ ധൈര്യമില്ലാത്ത ഈ സ്ഥലത്ത് നിങ്ങൾ എങ്ങനെ ചാടുന്നു? കാല് വേദനിക്കുന്നില്ലേ? നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തു എന്ന് പറഞ്ഞപ്പോ മഹാനായ മുഹിബ്ബുത് തുബരി കൊടുത്തൊരു മറുപടി ഉണ്ട്, നമ്മൾ ഓർക്കുകയാണ്. തിൽക അഅ്ളാഉൻ ഹഫിദ്നാഹാ ഫിസ്സിഗ്ർ ഫഹഫിളഹാ അല്ലാഹു ലനാ ഫിൽ കിബർ. ഈ അവയവങ്ങളൊക്കെ യുവാവായിരുന്ന കാലത്ത് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്. യുവാവായിരുന്ന കാലത്ത് എന്റെ കൈയും കാലും അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്. ഫഹഫിളഹാ അല്ലാഹു ലനാ ഫിൽ കിബർ. വാർദ്ധക്യമായപ്പോ അള്ളാഹു നമുക്കത് സംരക്ഷിച്ചു തന്നു. ഇത് ഞാൻ അള്ളാഹ്ക്ക് സംരക്ഷിച്ചതായിരുന്നു. പിന്നെ വാർദ്ധക്യമായപ്പോ അള്ളാഹു എനിക്ക് സംരക്ഷിച്ചു തന്നു. അതുകൊണ്ടാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ, സൽക്കർമ്മവും ഇബാദത്തും ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ 90 100 വയസ്സായാലും വാർദ്ധക്യത്തിന്റെ പ്രയാസം അയാൾക്കുണ്ടാവുകയില്ലത്രേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. വിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഭാഗം, മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഭാഗം. മനുഷ്യൻ അല്ലാഹു തആല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അവനെ ആദരവ് കൊടുത്തു. അല്ലാഹു മനുഷ്യനെ ആദരിച്ചു, അവനെ ബഹുമാനിച്ചു, ഡിഗ്നിറ്റി കൊടുത്തു. എന്നിട്ട് പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا. മനുഷ്യനെ കൃത്യമായ പ്രൊപ്പോർഷനിൽ അള്ളാഹു പടച്ചു. 2 കാലിൽ വീഴാതെ നടക്കാൻ പറ്റുന്നു. 2 കാലിൽ മനുഷ്യന് ബാലൻസ് കൊടുത്തു. അള്ളാഹു ബാലൻസ് കൊടുത്ത് നമ്മൾ നടക്കുന്നു, ഓടുന്നു, ചാടുന്നു. 2 കാലല്ലേ ഉള്ളൂ. സൈക്കിൾ സഞ്ചരിക്കുന്ന പോലെ ഒരു ബാലൻസ് അള്ളാഹു നമുക്ക് തന്നില്ലേ? എന്നിട്ട് മനുഷ്യനെ അള്ളാഹു താഴേക്കടിയിലേക്ക് കൊണ്ടുപോകുന്നു.
യൗവനത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പൊരു കൗമാരമുണ്ട്, അതിന് മുമ്പൊരു ബാല്യമുണ്ട്, അതിന് മുമ്പൊരു ശൈശവമുണ്ട്. കൊച്ചുനാള്, ഉമ്മയുടെ കൈകളിൽ കിടക്കുന്ന കാലം, ആളുകൾ എടുത്തു നടക്കുന്ന കാലം, താഴെ വെച്ച് പോവാൻ പറ്റാത്ത കാലം, ഒന്ന് ഉരുളാൻ പോലും കുഞ്ഞ് പഠിക്കാത്ത കാലം. അങ്ങനെ കൈത്തണ്ടയിൽ വെച്ച് നോക്കി വളർത്തുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ തിരിച്ചു വരുന്നുണ്ട്. ومن نعمره ننكسه في الخلق أفلا يعقلون. നിങ്ങൾ ആലോചിക്കുന്നില്ലയോ, നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുമ്പോ നിങ്ങളുടെ സൃഷ്ടിപ്പിൽ അല്ലാഹു വളവ് നൽകുന്നുണ്ട്. ഒരു വളവ്, ഒരു യൂടേൺ, ജീവിതം ഒരു യൂടേൺ എടുക്കുകയാണ്. ബേബിയായിരുന്ന കൊച്ചുകുട്ടിയായിരുന്ന ആ ഒരു പ്രായത്തിലേക്ക് ഉപ്പയും ഉമ്മയും 90 തിരിച്ചു വരികയാണ്. ആ പോകുന്ന പോക്കിൽ യൂടേന്റെ പോയിന്റ് അവിടെ യൗവനമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മധ്യവയസ്സ് കഴിഞ്ഞ് വാർദ്ധക്യം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ ബാത്റൂമിൽ കൊണ്ടുപോകണം. കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത പോലെ വായിൽ വെച്ചു കൊടുക്കണം. ഗുളിക വെച്ചു കൊടുത്താൽ ഉമ്മ അതൊന്ന് ഇറക്കണേ എന്ന് പറഞ്ഞു കൊടുക്കണം. ഉപ്പ ഒന്ന് ഭക്ഷണം താഴേക്കൊന്ന് ഇറക്കണം. വെള്ളം വേണോ എന്ന് ചോദിച്ചാൽ മറുപടി കിട്ടില്ല. വായിലേക്ക് വെള്ളം വെച്ചു കൊടുക്കണം. ഉപ്പയോട് ഇറക്കാൻ പറയണം. ഒരു കുഞ്ഞിനോട് ചെയ്യുന്ന പോലെ മനുഷ്യനോട് ചെയ്യുന്നൊരവസ്ഥ വരുന്നില്ലേ? അള്ളാഹു ചോദിക്കും, നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? മനുഷ്യ ജീവിതത്തിന്റെ നിമിഷങ്ങൾ അമൂല്യമാണെന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. വാർദ്ധക്യത്തിന്റെ അവശതകളിലേക്ക് അള്ളാഹു മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കും. ആർക്ക്? ഇല്ലല്ലദീന ആമനൂ, അല്ലാഹുവിൽ വിശ്വസിക്കുകയും വഅമിലുസ് സ്വാലിഹാതി, സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത് ജീവിച്ചവർക്ക് വാർദ്ധക്യത്തിന്റെ പ്രയാസമുണ്ടാവില്ല. 100 ആയാലും 100 കഴിഞ്ഞാലും അല്ലാഹു ചാലവരെ പ്രയാസപ്പെടുത്തില്ല. അത് അമലുസ് സ്വാലിഹാത്ത് അല്ലാഹു സ്വീകരിച്ചതിന്റെ ഒരു അടയാളമാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. അതുകൊണ്ട് യഹ്ഫദില്ലാഹ യഹ്ഫദക്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ സംരക്ഷകനായി അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്. വാർദ്ധക്യം വരുമ്പോൾ പിന്നെ പേടിക്കേണ്ടതില്ല. 90 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ് ഹബീബായ നബിയോട് വന്ന് ചോദിച്ചത്, നബിയേ അമിൽതുൽ മആസിയ കുല്ലഹാ, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യാത്ത തെറ്റുകളില്ല നബിയേ. 90 വയസ്സ് കഴിഞ്ഞ ഒരാള്, അയാളുടെ ആ ഹദീസിൽ കാണാം, കൺപോളകൾ പോലും ചുളിഞ്ഞിട്ട് കണ്ണിമ പോലും കണ്ണിലേക്ക് ചാഞ്ഞു കിടക്കുന്നുണ്ട്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ശരീരം അവശമായിട്ട് കണ്ണ് പോലും തുറക്കാൻ കഴിയാത്ത വിധം വാർദ്ധക്യത്തിന്റെ അവശത വന്ന ഒരാള് നബിയോട് വന്ന് പറയുന്നു, നബിയേ ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല നബിയേ, അള്ളാഹു എനിക്ക് മാപ്പ് തരുമോ? ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല നബിയേ, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? അപ്പോഴാണ് ഹബീബിന്റെ മറുപടി, എന്തുകൊണ്ട് അള്ളാഹു പുറത്തു തരില്ല? എന്തുകൊണ്ട് അള്ളാഹു പുറത്തു തരില്ല? ഇത്തഖില്ലാഹ ഫീമാ ബഖി, ഇനി വരാനുള്ള ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണേ, എന്നാൽ കഴിഞ്ഞ കാലം അള്ളാഹു പുറത്തു തരും. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്! 90 കഴിഞ്ഞ മനുഷ്യന് എന്ത് വരാനുണ്ട്? ഇത്തഖില്ലാഹ ഫീമാ ബഖി, ഇനി വരാനുള്ള കാലം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ നിങ്ങളെ വിഷമിക്കേണ്ടതില്ല. അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും. വാർദ്ധക്യത്തിലെത്തിയാൽ പോലും തൗബയുടെ കവാടമുണ്ട്, പശ്ചാത്താപത്തിന്റെ കവാടമുണ്ട്. 90 കഴിഞ്ഞ മനുഷ്യനോടാണ് ആ മനുഷ്യൻ പറയുന്നു, നബിയേ അള്ളാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ? തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും. നിങ്ങൾ ഇനി വരാനുള്ള കാലം തെറ്റു ചെയ്യല്ലേ. കഴിഞ്ഞത് കഴിഞ്ഞു. അറിവില്ലായ്മ കൊണ്ട്, വിവരമില്ലായ്മ കൊണ്ട് ആ കാലം അത്രയും അള്ളാഹു നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ. അതിനിടക്ക് മരിക്കുകയാണെങ്കിൽ മരണം എന്തായിരിക്കും? ഒരു പാപിയായുള്ള മരണമല്ലേ? സൃഷ്ടാവ് ഇവിടേക്ക് പറഞ്ഞയച്ചിട്ട് വായകീറി മനുഷ്യന് അന്നവും വെള്ളവും ശ്വസിക്കാൻ ഓക്സിജനും തന്നിട്ട്, വെള്ളം തന്ന്, അന്തരീക്ഷം തന്ന്, ഈ ഭൂമിയെ സംവിധാനിച്ചു തന്നിട്ട് ഇങ്ങനെയെല്ലാം ജീവിച്ചു പോയിട്ട് സൃഷ്ടാവിനോട് നന്ദികേട് കാണിച്ച ഒരു ജീവിതമാണെങ്കിൽ എന്തായിരിക്കും ആ ജീവിതത്തിന്റെ അവസ്ഥ? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ പോകുന്ന നേരത്ത് ദുആ ചെയ്ത ദുആയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വബാഹിൻ ഇലൻ നാർ. 34 വയസ്സാണ് പ്രായം. ലോകത്തോട് വിട പറയാൻ പോവുകയാണ് മുആദ് റളിയല്ലാഹു അൻഹു. പ്ലാഗ് ബാധിച്ചു. ത്വാഊന് ബാധിക്കുന്ന ആളുകൾ, പ്ലാഗ് രോഗം ബാധിച്ച് മരിക്കുന്ന ആളുകൾ രക്തസാക്ഷികളാണെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തോട് വിട പറയുമ്പോ അന്ന് രാത്രി വേലക്കാരിയോട്, പെണ്ണിനോട് ചോദിച്ചു, മോളെ
ഉന്നുരി ഹൽ തലഅൽ ഫജ്ർ, നോക്കുമോളെ സൂര്യൻ പ്രഭാതമായിട്ടുണ്ടോ, ഫജ്ർ ഉദിച്ചിട്ടുണ്ടോ എന്ന് നോക്കണേ. പെണ്ണ് പോയിട്ട് പറയുന്നു ലാ ലം യത്ലഅ ബഅദ്, ഇല്ല ആയിട്ടില്ല. കുറച്ചു നേരം വീണ്ടും വെയിറ്റ് ചെയ്തു. ചോദിച്ചു മോളെ സുബഹി വാങ്ങി കൊടുക്കാൻ നേരമായോ? മോളൊന്ന് പുറത്തു പോയി നോക്ക്. ആകാശലോകത്ത് വെള്ളക്കീറ് കാണുന്നുണ്ടോ? പ്രകാശത്തിന്റെ നേർത്ത വര കാണുന്നുണ്ടോ? പ്രഭാതമാവാറായോ? സുബഹി വാങ്ങി കൊടുക്കാറായോ? സുബഹി വാങ്ങി കൊടുക്കാൻ നേരമായി എന്ന് മഹാനായ അബൂ അബ്ദുറഹ്മാൻ മുആദ് ഇബ്നു ജബൽ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് വേലക്കാരി പറയുമ്പോ മഹാന്റെ വയസ്സ് എത്രയാണെന്നറിയോ? 34 വയസ്സ്, 64 അല്ല. ആ സമയത്താണ് മഹാൻ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വബാഹിൻ ഇലന്നാർ. അല്ലാഹുവേ, ഈ പ്രഭാതത്തിന്റെ അന്ത്യം ഒരു നരകമാണെങ്കിൽ എന്നെ കാക്കേണമേ. അവർക്കറിയാൻ പറ്റി അന്ന് മരിക്കുമെന്ന്. ഈ പ്രഭാതം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വബാഹിൻ ഇലന്നാർ. പടച്ചവനെ, ഈ പ്രഭാതം നരകത്തിലേക്കാണെങ്കിൽ, മരിക്കുന്ന ഒരു മനുഷ്യൻ പകലാണെങ്കിൽ ആ പകലിൽ തന്നെ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം അനുഭവിക്കാൻ കഴിയും. അതാണ് മനുഷ്യന്റെ ഖബർ. അൽ ഖബറു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നീറാൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.